ആഹാരവും ജീവനോപാധിയും വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് നൽകുന്നതിനോടൊപ്പം കാർഷിക മേഖല രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയിലും നിർണായകമായ പങ്കുവഹിക്കുന്നു. വളർച്ചയുടെ പുതിയ പാതകൾ വെട്ടിത്തുറക്കുക എന്നത് ഇന്ത്യയിലെ കാർഷിക വിദ്യാഭ്യാസം ആസൂത്രണം ചെയ്യുന്നവർക്കും അതിന്റെ പാഠ്യപദ്ധതി തയ്യാറാക്കുന്നവർക്കും വർദ്ധിച്ച വെല്ലുവിളികൾ ഉയർത്തിയിരിക്കുകയാണ്. അർപ്പണബോധമുള്ള സാങ്കേതിക വൈദഗ്ധ്യം നേടിയ മനുഷ്യ വിഭവശക്തിക്കു മാത്രമേ ഇത്തരം പുതിയ വെല്ലുവിളികളെ നേരിടാൻ കഴിയൂ. സാങ്കേതിക വൈദഗ്ധ്യം നേടിയ ബിരുദധാരികളെ വാർത്തെടുക്കുന്നതിലെ കാര്യക്ഷമതയാണ് കാർഷിക വിദ്യാഭ്യാസത്തിന്റെ കാതൽ. ഗ്രാമപ്രദേശങ്ങളിൽ കർഷകരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന വെല്ലുവിളിയെ നേരിടാൻ കാർഷിക വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിചയ പരിപാടിയുടെ ലക്ഷ്യം. ഭാരതത്തിലെ കാർഷിക സർവകലാശാലകളിൽ പാഠ്യപദ്ധതികളുടെ ഭാഗമായി ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിചയ പരിപാടി ഉൾപ്പെടുത്തിയതിന്റെ ചരിത്ര പശ്ചാത്തലം വിവരിക്കുകയാണ് വെള്ളായണി കാർഷിക കോളേജിലെ വിജ്ഞാന വ്യാപന വിഭാഗം പ്രൊഫസറും പബ്ലിക് റിലേഷൻസ് ഓഫീസറുമായ ഡോക്ടർ വി പത്മനാഭൻ. ഭാരതത്തിലെ എല്ലാ കാർഷിക സർവകലാശാലകളിലും അവസാന വർഷ കാർഷിക ബിരുദ വിദ്യാർത്ഥികൾക്ക് ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിചയ പരിപാടി റൂറൽ അഗ്രികൾച്ചറൽ വർക്ക് എക്സ്പീരിയൻസ് പ്രോഗ്രാം റാവേ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്യുകയും അങ്ങനെ നടപ്പിലാക്കി തുടങ്ങുകയും ചെയ്തു. ഏതാനും വർഷം ഇത് പ്രവർത്തിച്ചപ്പോൾ ഇത് നന്നായി കാണുകയും അങ്ങനെ ഇത് വിപുലപ്പെടുത്തുകയും ചെയ്തു. 1995 അഡ്മിഷൻ ബാച്ച് മുതലാണ് കേരള കാർഷിക സർവകലാശാലയിൽ ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിപാടി നടപ്പിലാക്കി തുടങ്ങിയത്. ഇത് ഈ വർഷം 2015 വർഷത്തിൽ ഇത് 17ാം വർഷമാണ് നടപ്പിലാക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയിൽ 1995 അഡ്മിഷൻ ബാച്ച് മുതൽ 8 മൊഡ്യൂളുകളായി തുടങ്ങിയ ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിചയ പരിപാടി 12 വർഷത്തെ അനുഭവങ്ങളെയും ദേശീയ പാഠ്യപദ്ധതി പരിഷ്കരണ കമ്മിറ്റിയുടെ തീരുമാനങ്ങളെയും അടിസ്ഥാനമാക്കി 16 മൊഡ്യൂളുകളായി വികസിപ്പിച്ച് ഓറിയന്റേഷൻ, കൃഷിഭവനുകളിൽ പരിശീലനം, നീർമറി പ്രദേശ പരിപാലനം, വിശകലനം, ഫാം പ്ലാൻ തയ്യാറാക്കൽ, പുരോഗമന കർഷകനുമായി സഹവാസം, മാധ്യമ പ്രവർത്തനങ്ങളിൽ പരിശീലനം, കാർഷിക ക്ലിനിക്കുകളുടെ സംഘാടനം, സ്വയം സഹായ സംഘങ്ങൾ, സർക്കാർ ഇതര സംഘടനകൾ, സംരംഭകത്വം, ഗവേഷണ കേന്ദ്രങ്ങൾ, കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ, ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ എന്നിവയുടെ പരിശീലനം, ഗ്രാമവാസ പരിപാടി, പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കലും മൂല്യനിർണയവും എന്നിവയാണ് 16 മൊഡ്യൂളുകൾ. വെള്ളായണി കാർഷിക കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിചയ പരിപാടിയുടെ ഉദ്ദേശലക്ഷ്യങ്ങളെക്കുറിച്ചും നടത്തിപ്പിനെക്കുറിച്ചും കോളേജിലെ വിജ്ഞാന വ്യാപന വിഭാഗം മേധാവിയും അസോസിയേറ്റ് ഡയറക്ടറുമായ ഡോക്ടർ ആർ പ്രകാശ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളും ഈ കൂട്ടത്തിലുണ്ട്. അവർക്കും ഇത് വേറിട്ട ഒരു അനുഭവമായിരുന്നു. വിവിധ പരിശീലന പരിപാടികൾ, സെമിനാറുകൾ, അഗ്രോ ക്ലിനിക്കുകൾ തുടങ്ങി കൃഷിയിലും അനുബന്ധ മേഖലയിലുമുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ച് വിദഗ്ധന്മാരും വിദ്യാർത്ഥികളും കർഷകർക്ക് ക്ലാസ് എടുക്കുകയും അവരുടെ ഗൃഹവും കൃഷിയിടങ്ങളും സന്ദർശിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഗ്രാമീണ കാർഷിക ജീവിതത്തിന്റെ താളക്രമവുമായി വിദ്യാർത്ഥികളെ ബന്ധപ്പെടുത്തുന്ന രീതിയിലാണ് വിവിധ മൊഡ്യൂളുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. 2015 ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിചയ പരിപാടിയുടെ ഭാഗമായി വെള്ളായണി കാർഷിക കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾ ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് പാറത്തോട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മെയ് മാസം 17 മുതൽ 26 വരെ ഗ്രാമവാസ പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. ബുക്കിൽ പഠിച്ചത് അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നേരിട്ട് കാണാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് ഇത്
അതിലുപരി ഓരോ വാർഡിലെയും 5 കർഷകരെ വെച്ച് ഈ കുട്ടികൾ ഒരു 3 ദിവസമെങ്കിലും നിർബന്ധപൂർവ്വം പോയി കണ്ട് അവരുടെ പരിപാടികൾ പങ്കുചേർന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ കർഷകരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലുപരി കുട്ടികളുടെ ട്രെയിനിങ്, ഇവിടുത്തെ ക്ലാസ്സുകൾ മൊത്തവും കൈകാര്യം ചെയ്യുന്നത് അധ്യാപകരുടെ സഹായത്തോടു കൂടി കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികൾ ക്ലാസ്സുകൾ കഴിയുമ്പോഴത്തേക്കും കർഷകരിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത്, കുട്ടികൾ ഇത്രയും നല്ല രീതിയിൽ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത എത്രയോ കാര്യങ്ങൾ ഞങ്ങൾക്കിപ്പം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കുട്ടികളുടെ സന്തോഷം വളരെ വലുതായിരുന്നു. അത് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് സെഷനിൽ നിന്ന് ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് മനസ്സിലായതാണ്. 2-ാം ദിവസം മെയ് 19 ചൊവ്വാഴ്ച അതിപ്രധാനമായ പങ്കാളിത്ത ഗ്രാമവിശകലന പരിപാടിയാണ് നടത്തിയത്. 100-ലേറെ കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെന്റ് ജോർജ് സ്കൂൾ ഗ്രൗണ്ടിൽ വൈകുന്നേരം നടന്ന അവലോകന യോഗത്തിൽ പഞ്ചായത്തിലെ ഭൂവിഭവങ്ങളെക്കുറിച്ചും പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ചും പഞ്ചായത്ത് അധികാരികളുടെയും അധ്യാപകരുടെയും സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തു. തെങ്ങ്, നെല്ല് തുടങ്ങിയ വിളകൾ അന്യം നിന്നുപോയതും കീടനാശിനികളുടെ അമിത പ്രയോഗവുമാണ് വിളകളുമായി ബന്ധപ്പെട്ട പ്രധാന പ്രശ്നങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ഇത്തരം ട്രെയിനിങ് ക്ലാസ്സുകളും പരിശീലന പരിപാടികളുമെല്ലാം കൂടുതൽ ഊർജ്ജസ്വലവും സജീവവുമാകുന്നതിന് വേണ്ടി ഞങ്ങൾ വിദ്യാർത്ഥികൾ മത്സരങ്ങൾ നടത്തിയിരുന്നു. കർഷകരുടെയും വീട്ടമ്മമാരുടെയും വിദ്യാർത്ഥികളുടെയും സജീവമായ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത്. അവർക്ക് എത്രമാത്രം ഞങ്ങൾ പറഞ്ഞു കൊടുത്തത് മനസ്സിലായി എന്നതിന് പുറമെ അവർക്ക് നിരവധി സമ്മാനങ്ങളും ഞങ്ങൾ അതുവഴി കൊടുക്കാൻ സാധിച്ചു. ഓരോ വാർഡിലും ചെന്ന് അവിടുത്തെ വിളകളെക്കുറിച്ചും മണ്ണിനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. ഈ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന വിളകളിലെ രോഗകീട പ്രശ്നങ്ങളുമായി വന്ന കർഷകർക്ക് വിദ്യാർത്ഥികൾ പരിഹാരം നിർദ്ദേശിക്കുകയും പിന്നീട് സസ്യസംരക്ഷണ വിഭാഗത്തിലെ വിദഗ്ധർ കർഷകരുമായി സംവദിക്കുകയും ചെയ്തു. ഒരു കായ്ച്ച അവിടെ പറന്ന് നടക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ കായ്ച്ചയുടെ കെണി കെട്ടി തൂക്കിയാൽ, ഈ ഫിറമോൺ കെണി കെട്ടി തൂക്കി കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം അതിനകത്ത് വന്ന് വീഴും. ഏകദേശം 120ഓളം കർഷക സുഹൃത്തുക്കൾ പങ്കെടുത്തു. ഇവരുടെ കർഷകരുടെ കാർഷിക വിളകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളെയും കീടങ്ങളെയും അവയുടെ നിയന്ത്രണ മാർഗത്തെയും കുറിച്ചുള്ള സംശയ നിവാരണത്തിനായി ഒരു വേദി ഒരുക്കുക എന്നതായിരുന്നു ഈ അഗ്രി ക്ലിനിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി 4 വേദികളിലും യഥാസമയം പച്ചക്കറികളിലെ വിഷാംശ നിവാരണത്തെക്കുറിച്ചും അതുപോലെ ജൈവ കൃഷിയെക്കുറിച്ചുള്ള പരിശീലന പരിപാടികളും നടന്നു. വട്ടവട എന്നാൽ ഒരു മഴനിഴൽ പ്രദേശമാണ്. ഞങ്ങൾ പ്രധാനമായും സന്ദർശനം നടത്തിയത് ബാബു എന്ന കർഷകന്റെ സ്ട്രോബെറി ഫീൽഡിലേക്കായിരുന്നു. ഏതാണ്ട് 1.5 ഏക്കറോളം വരുന്ന സ്ട്രോബെറി ഫീൽഡിൽ സ്ട്രോബെറി പഴങ്ങൾ വിളവെടുക്കാൻ പാകമായ അവസ്ഥയിലായിരുന്നു. സ്ട്രോബെറി കൂടാതെ മറ്റു വിളകളായ ഉരുളക്കിഴങ്ങ്, കാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ് തുടങ്ങിയ ശീതകാല വിളകളും അവിടെ വളരെ നന്നായി കൃഷി ചെയ്തു പോന്നിരുന്നു. ഇത് കൂടാതെ സ്ട്രോബെറിയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ജാം, വൈൻ, സ്ക്വാഷ് എന്നീ ഇനങ്ങളും ഞങ്ങൾക്ക് അവിടെ പരിചയപ്പെടാൻ സാധിച്ചു. തുടർന്ന് പാവൽ, പയർ എന്നീ വിളകളുടെ ശാസ്ത്രീയ കൃഷിരീതിയെക്കുറിച്ചും രോഗകീട നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥി പ്രതിനിധികൾ ക്ലാസുകൾ എടുത്തു. 3 ക്ലാസുകളാണ് പ്രധാനമായും എടുത്തു കൊടുക്കുക. ആദ്യമായി പയർ, പാവൽ എന്നിവയുടെ കൃഷിരീതിയും വിളപരിപാലനത്തെക്കുറിച്ച് ക്ലാസുകളായിരുന്നു. VFPCKയുടെയും കർഷകരുടെയും നിർദ്ദേശപ്രകാരമാണ് പയർ, പാവൽ എന്നിവയുടെ കൃഷിരീതിയും വിളപരിപാലനത്തെക്കുറിച്ചുള്ള ക്ലാസുകൾ എടുത്തു കൊടുത്തത്. രണ്ടാമതായി ക്ലാസ് എടുത്തു കൊടുത്തത് കൂൺ കൃഷിയെ പറ്റിയുള്ള ക്ലാസുകളായിരുന്നു. നമുക്കറിയാം, ഇടുക്കി ജില്ല നല്ല തണുപ്പുള്ള പ്രദേശമാണ്. അതിനാൽ തന്നെ കൂൺ കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. മൂന്നാമതായി ക്ലാസ് എടുത്തു കൊടുത്തത് ഹോം മെയ്ഡ് ചോക്ലേറ്റ് നിർമ്മാണത്തെക്കുറിച്ചുള്ള ക്ലാസുകളായിരുന്നു. കൊക്കോ കൃഷിക്ക് വളരെയധികം പ്രാധാന്യം ഉള്ള ഈ കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് കൊക്കോ സംസ്കരണത്തെക്കുറിച്ചുള്ള ക്ലാസുകൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഹോം മെയ്ഡ് ചോക്ലേറ്റുകളെ കുറിച്ചുള്ള പരിശീലന ക്ലാസുകൾ എടുത്തു കൊടുത്തത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അടുക്കളത്തോട്ട നിർമ്മാണം പരിശീലന ക്ലാസ് എടുക്കുകയുണ്ടായി. ഏകദേശം 35ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കൃഷിരീതികൾ, വിള പരിപാലനം, വിള സംരക്ഷണം എന്നീ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തത്. ജൈവ കൃഷിക്കാണ് പൂർണ്ണമായി ഊന്നൽ നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ക്വിസ് മത്സരങ്ങൾ കർഷക പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഇടയാക്കി. ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി പഞ്ചായത്തിലെ ഭൂരിഭാഗം കർഷകരും കന്നുകാലി വളർത്തുന്നവരാണ്.
അതുകൊണ്ട് തന്നെ കന്നുകാലി വളർത്തൽ എങ്ങനെ ആദായകരമാക്കാം എന്ന വിഷയത്തെക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ മൃഗസംരക്ഷണ വകുപ്പ് മേധാവി ഡോക്ടർ ആർ വിജയൻ സാറായിരുന്നു ക്ലാസ് എടുത്തത്. പിന്നെ തേനീച്ച വളർത്തൽ, വാഴകൃഷി, പച്ചക്കറിയിലെ ഗുണമേന്മയുള്ള വിത്തുൽപാദനം എന്നീ വിഷയങ്ങളിലെല്ലാം വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു ക്ലാസുകൾ എടുത്തത്. നിറവിന്റെ സമാപന ദിവസം കാർഷിക പ്രദർശനത്തിനും പരിശീലന പരിപാടികൾക്കും പുറമെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ സ്റ്റാൾ ഒരുക്കിയിരുന്നു. ഞങ്ങളുടെ കുട്ടികൾ സ്വന്തം കൈപ്പിഴയിൽ ഉണ്ടാക്കി ഏകദേശം 300ഓളം ചാട്ടകളും വിവിധ തരത്തിലുള്ള മോഡലുകളാണ് പ്രദർശനത്തിന് എത്തിച്ചിട്ടുള്ളത്. ഈ പ്രദർശനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കർഷകർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും സമൂഹത്തിലുള്ള മറ്റുള്ളവർക്കും കൃഷിയെക്കുറിച്ചൊരു ശാസ്ത്രീയ അവലോകനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദിനംപ്രതി ഒത്തിരി കർഷകരും അതുപോലെ തന്നെ കുട്ടികളും വീട്ടമ്മമാരും ഒക്കെ പ്രദർശനം കാണാൻ വരുന്നുണ്ട്. വളരെ നല്ല അഭിപ്രായം ഞങ്ങളോട് പറയുന്നുണ്ട്, ഞങ്ങളോട് സംശയം ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ മറുപടി പറയാൻ പറ്റുന്നു എന്നുള്ളതിൽ വളരെയധികം അഭിമാനമുണ്ട്. വിവിധ കാർഷിക പ്രസിദ്ധീകരണങ്ങളുടെ പ്രദർശനവും കേരള കർഷകൻ മാസികയുടെ വരിക്കാരാകാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. 28 കർഷകർ വരിക്കാരായി ചേർന്നു. നമുക്ക് മനസ്സിലായത് കൊന്നത്തടി പഞ്ചായത്തിന്റെ പ്രധാന പ്രശ്നം അമിതമായ കീടനാശിനി പ്രയോഗങ്ങളാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ 4 സ്ഥലത്തായിട്ട്, ഈ പഞ്ചായത്തിന് തന്നെ 4 സ്ഥലത്തായിട്ട് നമ്മൾ അഗ്രി ക്ലിനിക്കുകൾ തുറന്നു വയ്ക്കുകയും അതുവഴി നമുക്ക് കർഷകർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റി എന്നതാണ്. അത് അടുത്ത പ്രധാന ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, അതായത് സ്വയം സഹായ സംഘങ്ങൾക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കാൻ പറ്റി എന്നതാണ്. 9 ദിവസത്തെ ഗ്രാമവാസ പരിപാടിയിൽ എല്ലാ ദിവസവും വൈകുന്നേരം നടത്തിയ അവലോകനത്തിൽ അതാത് ദിവസം നടത്തിയ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും അടുത്ത ദിവസത്തെ പ്രവർത്തനങ്ങൾക്കുള്ള മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നു. അവലോകന പരിപാടികളിൽ വിദ്യാർത്ഥികൾക്കൊപ്പം നാട്ടുകാരും കർഷകരും പഞ്ചായത്ത് പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. ഗ്രാമവാസ പരിപാടിയിലൂടെ വെള്ളായണി കാർഷിക കോളേജിലെ വിദ്യാർത്ഥികൾ കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ കർഷകരിൽ വരുത്തിയ മാറ്റങ്ങൾ വാർഡ് മെമ്പർമാർ വിദ്യാർത്ഥികളെ അറിയിച്ചു. അങ്ങനെ ഞാനും 10 ദിവസം വെള്ളായണി കാർഷിക കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു എന്ന് ഓർമ്മിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പഞ്ചായത്ത് പ്രതിനിധികളെയും മികച്ച കർഷകരെയും ഉപഹാരം നൽകി ആദരിച്ചു. ഇടുക്കി ജില്ലയിലെ മലയോര പ്രദേശമായ കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിൽ വെള്ളായണി കാർഷിക കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾ നടത്തിയ നിറവ് 2015 ദശദിന ഗ്രാമവാസ പരിപാടി കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കി വരുന്ന ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിചയ പരിപാടിക്ക് മുതൽക്കൂട്ടായി. ഈ നിറവ് സമൃദ്ധിയുടെ ഈ പുതുനാമ്പ് എന്ന ഈ ഒരു പ്രോഗ്രാം, ഈ വെള്ളായണി സർവകലാശാലയിലെ ഈ കുട്ടികൾ നടത്തിയ ഈ പ്രോഗ്രാം വളരെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ച ഒരു പ്രോഗ്രാമാണ്. 16-ാം തീയതി മുതൽ ഈ കൊന്നത്തടി പഞ്ചായത്തിൽ പാറത്തോട്ടിൽ വെച്ച് നടക്കുന്ന നിറവ് എന്ന പരിപാടിയിൽ ആദ്യാവസാനം പങ്കെടുത്ത ഒരു കർഷകനാണ് ഞാൻ. അതിനകത്ത് ക്ലാസ്സുകളിൽ, കർഷക ക്ലിനിക്കിൽ വിവിധ വിഷയങ്ങളെ കുറിച്ച് കൃഷി ശാസ്ത്രജ്ഞന്മാർ നടത്തിയ ക്ലാസ്സുകളെല്ലാം വളരെ പ്രയോജനകരമായിരുന്നു. മഞ്ഞളയിൽ മുങ്ങിത്തോർത്തിയ നീലഗിരിയിലെ കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിനെ തൊട്ടറിഞ്ഞ 10 ദിവസങ്ങൾ. ഞങ്ങൾ സംഘടിപ്പിച്ച പരിശീലന ക്ലാസുകൾ, കാർഷിക സെമിനാറുകൾ, കാർഷിക ക്ലിനിക്കുകൾ, പങ്കാളിത്ത ഗ്രാമ വിശകലന പരിപാടികൾ എന്നിവയിലൂടെ ഇന്നാട്ടിലെ കർഷക സഹോദരങ്ങൾക്ക് കാർഷിക മേഖലയിൽ മാറ്റത്തിന്റെ പുത്തൻ ചുവടുകൾ വെക്കാൻ സാധിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. സമൃദ്ധിയുടെ പുതുനാമ്പുകൾ വിരിയിക്കുവാൻ കേരള കാർഷിക സർവകലാശാല മണ്ണിന്റെ മണമുള്ള കർഷകരോടൊപ്പം എന്നും ഉണ്ടാകും, ഉറപ്പ്. ഇളനീർ, പ്രായഭേദമന്യേ സർവരും ഇഷ്ടപ്പെടുന്ന പ്രകൃതിജന്യ ലഘുപാനീയം. കേരം തിങ്ങും കേരള നാട്ടിൽ പഞ്ഞമില്ലാതെ ലഭ്യമാകുന്ന ഇളനീർ. എന്നാൽ ഈ കരിക്കിൻ വെള്ളം വേണ്ടത്ര സംഭരിച്ച് വിപണിയിലെത്തിക്കാൻ നമുക്ക് കഴിയാത്തതിനാൽ ആ രംഗത്തെ വലിയ സാധ്യതകൾ തുടക്കത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല.
കരിക്കിൻ വെള്ളം നിരവധി ആരോഗ്യപരമായ ഗുണമേന്മകളുള്ള സ്വർഗീയ പാനീയമാണ്. കരിക്കിൻ വെള്ളത്തിന്റെ ആരോഗ്യ ഗുണങ്ങളുടെ നീണ്ട പട്ടിക തന്നെയുണ്ട്. അത് ഇലക്ട്രോലൈറ്റുകളുടെയും ധാതു ലവണങ്ങളുടെയും ജീവകങ്ങളുടെയും അമിനോ അമ്ലങ്ങളുടെയും മൂലകങ്ങളുടെയും എൻസൈമുകളുടെയും ആന്റി ഓക്സിഡന്റുകളുടെയും സസ്യ പോഷകങ്ങളുടെയും കലവറയാണ്. വളരുന്ന ഭൂപ്രകൃതി അനുസരിച്ച് അതിന്റെ മാധുര്യം ഏറെയും കുറഞ്ഞുമിരിക്കുമെങ്കിലും പഞ്ചസാര അടങ്ങിയിട്ടില്ലാത്തതിനാൽ പ്രമേഹമുള്ളവർക്ക് പോലും സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നിർജ്ജലീകരണം തടയുന്നുവെന്ന് മാത്രമല്ല, ആരോഗ്യം നന്നാക്കുന്നതിനുള്ള ഉത്തമ ടോണിക് കൂടിയാണ്. ലോകത്തൊരിടത്തും ഇതുപോലെ മേന്മയേറിയ ഒരു പാനീയം ഉണ്ടാകില്ല. കരിക്കിനുള്ളിലായിരിക്കുമ്പോൾ അത് രോഗാണുവിമുക്തമാണ്. അമേരിക്കയിലെ ഡോക്ടർ മെർക്കോള ഇളനീരിന്റെ ഗുണങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നു. ഇളനീരിൽ അടങ്ങിയിരിക്കുന്ന ജലവും ഇലക്ട്രോലൈറ്റുകളും പുനർജലീകരണത്തെ സഹായിക്കുന്നു, ചുട്ടുപുകച്ചിൽ മാറ്റുന്നു, വർദ്ധിച്ച വ്യായാമാനന്തരം ഉണ്ടാകുന്ന ക്ഷീണം അകറ്റുന്നു, ഹൃദയം സംരക്ഷിക്കുന്നു, രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു, രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു, പ്ലാക്ക് രൂപം കൊള്ളുന്നത് കുറയ്ക്കുന്നു, കൈകളിലും പാദങ്ങളിലും ഉണ്ടാകുന്ന വീക്കം കുറയ്ക്കുന്നു, അസാധാരണമായ രക്തം കട്ടപിടിക്കൽ തടയുന്നു, വൃക്കകളുടെ പ്രവർത്തനത്തിൽ സഹായകമാകുന്നു, വൃക്കയിൽ കല്ലുകൾ രൂപം കൊള്ളുന്നത് തടയുന്നു, കല്ലുകൾ അലിയിപ്പിക്കുന്നു, മൂത്രനാളിയിലെ അണുബാധയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്നു, രക്തത്തിലെ ഗ്ലൂക്കോസും ഇൻസുലിൻ നിലയും സന്തുലിതമായി നിലനിർത്താൻ സഹായിക്കുന്നു, ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തുന്നു, ആമാശയത്തിലെ ഉപകാരികളായ സൂക്ഷ്മാണുക്കൾക്ക് ആഹാരമാകുന്നു, മലബന്ധത്തിനും വയറിളക്കത്തിനും പ്രതിവിധിയായി ഉപയോഗിക്കുന്നു, വാർദ്ധക്യത്തെ തടയുന്നു, ചർമ്മാരോഗ്യം മെച്ചപ്പെടുത്തുന്നു, മുറിവുകൾ വേഗത്തിൽ ഭേദപ്പെടുത്തുന്നു, കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു, രോഗാണുക്കളെ നശിപ്പിക്കുന്നു, എല്ലുകളുടെ തേയ്മാനം തടയാൻ സഹായിക്കുന്നു, ക്യാൻസറിനെതിരെ പ്രവർത്തിക്കുന്നു. സൈറ്റോകെനിൻ എന്ന സസ്യ ഹോർമോൺ ഇളനീരിൽ അടങ്ങിയിരിക്കുന്നു. കരിക്കിന്റെ കാമ്പ് ജെല്ലി പോലെ മാർദ്ദവമേറിയതാണ്. മൂക്കുമ്പോൾ കാമ്പ് കട്ടിയാകുകയും നാരുകളാൽ സമൃദ്ധമാകുകയും ചെയ്യുന്നു. തേങ്ങ മൂത്ത് പാകമാകുന്നതോടുകൂടി വെള്ളത്തിന്റെ അളവ് കുറയുന്നു. പൊട്ടാസ്യം, സോഡിയം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, കാൽസ്യം തുടങ്ങി ശരീരത്തിനാവശ്യമായ 5 ഇലക്ട്രോലൈറ്റുകൾ ഇളനീരിലുണ്ട്. സൈറ്റോകെനിൻ ഏറ്റവും സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്ത ഭക്ഷണം ഇളനീരാണ്. സൈറ്റോകെനിൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വാർദ്ധക്യത്തെ തടയാനാകുമെന്നും പ്രായാധിക്യവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ബാധിക്കുവാനുള്ള സാധ്യത കുറയുമെന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. ഇളനീരിന് ക്യാൻസറിനെതിരെ പ്രവർത്തിക്കുവാനും കഴിവുള്ളതായി കണ്ടിരിക്കുന്നു. ലോകം മുഴുവൻ സോയ ഫ്രീ, ഗ്ലൂട്ടൻ ഫ്രീ, ഡയറി ഫ്രീ, എഗ് ഫ്രീ, നട്ട് ഫ്രീ ക്രീമുകളിലേക്ക് തിരിയുകയാണ്. അതിന്റെ മുഖ്യ ഉറവിടം തേങ്ങാപ്പാലും കരിക്കും തന്നെയാണ്. വിദേശികൾ തേങ്ങയിൽ നിന്നുണ്ടാക്കുന്ന ഇത്തരം ക്രീം ഉപയോഗിച്ച് ഐസ്ക്രീമും യോഗട്ടും ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിച്ചു തുടങ്ങി. നാളികേര കർഷകരുടെ വരും കാലങ്ങളിലെ മറ്റൊരു വലിയ സാധ്യതയാണിത്. പ്രമേഹ രോഗികൾക്ക് പോലും ഉപയോഗിക്കാവുന്നതും പാലിൽ നിന്നുണ്ടാക്കുന്ന ക്രീമിന്റെ 1/3 താഴെ മാത്രം കൊഴുപ്പുള്ളതുമായ ഒരു പുതിയ ക്രീം തേങ്ങയിൽ നിന്ന് ആദ്യമായി കൊച്ചിയിലെ SGMSന്റെ ബയോടെക്നോളജി വിഭാഗം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കേരളത്തിന്റെ ഏറ്റവും പ്രധാന ഇനമാണ് നാളികേരം. പക്ഷെ കേരളീയരുടെ ഇളനീർ ഉപയോഗം വളരെ പിന്നിലും. അടുത്ത കാലത്താണ് ഇളനീർ വിപണി കേരളത്തിൽ വേരുപിടിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് കരിക്കിൻ കുലകൾ എത്തിച്ചാണ് ദേശീയപാത, നഗരങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ ഇളനീർ വിൽപ്പന. വേനൽക്കാലമായാൽ ലക്ഷക്കണക്കിന് കരിക്ക് വിറ്റഴിക്കുന്നതായി കാണാം. പക്ഷേ വിറ്റഴിക്കപ്പെടുന്ന ഇളനീരിന്റെ 90% അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവയാണ്. ചുരുക്കത്തിൽ കേരളത്തിൽ ശക്തി പ്രാപിക്കുന്ന ഇളനീർ വിപണിയുടെ ഗുണം പൂർണ്ണമായും കേരളത്തിലെ കർഷകർക്ക് ലഭിക്കുന്നില്ല. കരിക്ക് വിപണി സജീവമായതോടെ ആയിരക്കണക്കിന് പേർക്ക് പുതിയ ഒരു തൊഴിലും വരുമാനവും എന്നായിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ കേര കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഇളനീർ പരമാവധി ശേഖരിക്കാൻ കഴിയണം. ആർക്കും കുറഞ്ഞ മുതൽ മുടക്കോടെ നടത്താവുന്ന ഒന്നായി മാറി കരിക്ക് കച്ചവടം. ശീതള പാനീയങ്ങളുടെ പട്ടികയിലേക്ക്
ഒരു പ്രകൃതിദത്ത പാനീയമെന്ന നിലയിൽ ഇളനീർ സോഡ പ്രചരിച്ചു തുടങ്ങി. ഇളനീർ പ്രത്യേക അനുപാതത്തിൽ കാർബൺ ഡൈ ഓക്സൈഡുമായി ലയിപ്പിച്ചാണ് ഇളനീർ സോഡ നിർമ്മിക്കുന്നത്. 200 മില്ലി ലിറ്ററിന്റെ കുപ്പികളിലാണ് ഇളനീർ സോഡ ലഭിക്കുന്നത്. 300 മില്ലി ലിറ്ററിന്റെ ശുദ്ധമായ കരിക്കിൻ വെള്ളം നിറച്ചതാണ് ഇളനീർ പൂൾ. ഇളനീർ കാമ്പുകൊണ്ട് തയ്യാറാക്കുന്ന ഐസ്ക്രീം കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട്. കേരളത്തിൽ 9 ലക്ഷം ഹെക്ടറിലാണ് തെങ്ങ് കൃഷി. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നാളികേരത്തിന്റെ 10% കരിക്കായി ഉപയോഗിച്ചാൽ നമ്മുടെ സമ്പദ്ഘടനയും സമൂഹത്തിന്റെ ആരോഗ്യവും അഭിവൃദ്ധിപ്പെടും.